ചോതി നക്ഷത്രക്കാർ പൊതുവെ ഫ്രീഡം ലവറാണ്, ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. ആരുടെയും കൺട്രോളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. സ്വന്തം വഴിയിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ്. നല്ല ഇൻഡിപെൻഡൻ്റ് മൈൻഡ് സെറ്റാണ്. സെൽഫ് മെയ്ഡ് ആകാൻ ശ്രമിക്കും. ഹെൽപ്പ് ചോദിക്കുന്നത് വളരെ കുറവാണ്. അഡാപ്റ്റബിൾ പേഴ്സണാലിറ്റിയാണ്. പുതിയ സാഹചര്യങ്ങൾ വേഗത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ഫോറിൻ ട്രാവൽ ലക്കൊക്കെ നല്ല കൂടുതലായിരിക്കും. ഔട്ട്സൈഡ് നല്ല കാമായിരിക്കും, പക്ഷേ ഉള്ളിൽ നല്ല റെസ്റ്റ്ലെസ് മൈൻഡാണ്. പുറത്ത് കൂളാണ്, പക്ഷേ ഉള്ളിൽ ഫ്യൂച്ചറിൻ്റെ ടെൻഷൻ നന്നായിട്ട് തന്നെ ഉണ്ട്. സ്ലോ ആണ്, പക്ഷെ സ്ട്രോങ് ആയിട്ട് തന്നെ വളരും. ഏർലി ലൈഫ് സ്പേസ് എന്തായാലും നല്ല സ്ട്രഗിൾ തന്നെയായിരിക്കും. പിന്നീട് ഒരു സഡൻ ഗ്രോത്ത് തന്നെ ഉണ്ടാവും. സോഷ്യലാണ്, പക്ഷെ പ്രൈവറ്റാണ്. എല്ലാവരോടും ഫ്രണ്ട്ലിയാണ്, പക്ഷേ പേഴ്സണൽ ലൈഫ് ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യാറില്ല. ഫിനാൻഷ്യൽ പാറ്റേൺ നോക്കണമെങ്കിൽ ഇൻകം ഇറഗുലർ ആയിരിക്കും, പക്ഷേ ലോങ് ടേം സ്റ്റെബിലിറ്റി എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഫെബ്രുവരി മാസത്തിൽ കരിയർ പരമായിട്ട് കുറച്ച് അൺസർട്ടനിറ്റി നിങ്ങൾക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ടാവും. ജോലി മാറിയാലോ എന്നുള്ള ഒരു ആലോചന ഉണ്ടാവും. റീലൊക്കേഷനൊക്കെ ചിന്ത എന്തായാലും പോയിട്ടുണ്ടാവും. വർക്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ എക്സ്പെൻസും കൂടിപ്പോയി. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൊക്കെ നല്ല ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിലും നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും നന്നായിട്ടുണ്ടായിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു സംശയം ചിലർക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. മൊത്തത്തിൽ മൈൻഡ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഓവർ തിങ്കിങ്ങും ഉണ്ടായിട്ടുണ്ടാവും. ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് 2026 കരിയറിൽ ഫസ്റ്റ് ഹാഫിൽ എന്തായാലും കുറച്ച് സ്ലോ ആയിരിക്കും. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ എന്തായാലും തോന്നും. വർക്ക് പ്രഷർ അത് സാധാരണഗതിയിൽ അങ്ങനെ തന്നെ പോവും. മാർച്ച് സെക്കൻഡ് ഹാഫിൽ പുതിയ ഓപ്പർച്യൂണിറ്റി സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഫോറിനിൽ ഒരു റീലൊക്കേഷൻ പോസിബിലിറ്റി ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. ജോബ് ചേഞ്ച് ശ്രമിക്കുന്നവർക്ക് എന്തായാലും ഒരു റെസ്പോൺസ് വേണം. മാർച്ച് 21 ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. ബിസിനസ്സിൽ എന്തായാലും ഓൺലൈൻ ട്രേഡിങ്, ഇൻഡിപെൻഡൻറ്റ് വർക്ക് ചെയ്യണവർക്കൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ട്. മാസം അവസാനമാകുമ്പോൾ പുതിയ കോണ്ടാക്റ്റ് എന്തായാലും വരും. ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും, പക്ഷെ സ്ലോ ആണ്, പക്ഷെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്തായാലും ആദ്യം അവോയ്ഡ് ചെയ്തേ പറ്റുകയുള്ളൂ. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്തായാലും എക്സ്പെൻസ് കൺട്രോൾ ചെയ്യണം. വെറുതെ ആവശ്യമില്ലാത്തൊന്നും വാങ്ങിക്കൂട്ടല്ലേ, അതൊക്കെ അവിടെ തന്നെ വെച്ചേക്ക്. വെറുതെ ഒന്നും പർച്ചേസ് വേണ്ട. മാർച്ച് 20 ശേഷം ഇൻകം എന്തായാലും ഇമ്പ്രൂവ് ആവും. പെൻഡിങ് എമൗണ്ട് കിട്ടാൻ സാധ്യത നന്നായിട്ടുണ്ട്. സേവിങ്സ് മാസം അവസാനമാകുമ്പോൾ എന്തായാലും സ്റ്റാർട്ടാവും. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാർച്ച് അവസാനത്തെ വീക്ക് മാത്രം ചെയ്യുക. റിലേഷൻഷിപ്പിൽ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് എടുക്കുക. പാർട്ട്ണറായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും വീണ്ടും ഉണ്ടാവും. മാർച്ച് അവസാനം കമ്മ്യൂണിക്കേഷൻ എന്തായാലും പാർട്ട്ണറായിട്ട് കുറച്ച് ഇമ്പ്രൂവ് ആവും. പക്ഷേ റിലേഷൻഷിപ്പ് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയെന്ന് വരില്ല. സിംഗിളായവർക്കൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്തായാലും സോഷ്യൽ മീഡിയ വഴി ഒരു കണക്ഷൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചാടിക്കയറിയിട്ട് ഒരു തീരുമാനം അതിലൊരു എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5-2 വർഷം കൊണ്ട് ഒരു തീരുമാനം എടുത്താൽ മതി. ഫാമിലിയിൽ സപ്പോർട്ട് എന്തായാലും ഗ്രാജ്വലി ഇമ്പ്രൂവ് ആവും. മാസം അവസാനം എന്തായാലും കുറച്ച് സമാധാന അന്തരീക്ഷം തന്നെയാണ് ഉണ്ടാവുന്നത്. ആരോഗ്യം നോക്കുകയാണെങ്കിൽ ആദ്യം ആങ്സൈറ്റി, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. ഗ്യാസിൻ്റെ പ്രോബ്ലം, ഡൈജഷൻ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അങ്ങോട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വൈകുന്നേരം നടക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും.